ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആവറേജ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള നമ്പേഴ്സിൻ്റെ ആവറേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ്. അപ്പം ആവറേജ് നമുക്കറിയാം, ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പറാണ്. ഓക്കെ, ഇത് ആവറേജ് ഓഫ് റാൻഡം നമ്പേഴ്സിന് പകരം നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള നമ്പേഴ്സാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് 10, 13, 16, 19, 22. അപ്പോൾ ഈ 5 നമ്പേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 3 ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും തൊട്ടടുത്ത നമ്പറിലേക്ക് നോക്കുമ്പോൾ 3 ഇൻക്രീസ് ചെയ്താണ് പോകുന്നതെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എഴുതുമ്പോൾ മിഡിലിൽ വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും ആവറേജ് വരിക. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10, 15, 20, 25, 30, 35. ഓക്കെ, ഇപ്പം 5 ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് മിഡ് വാല്യൂ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 20ൻ്റെയും 25ൻ്റെയും മിഡിൽ വരുന്ന നമ്പർ ഏതാണ്? 22.5 ആയിരിക്കും ആവറേജ് വരിക. സോ പോയിന്റ് ഈസ് ആവറേജ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ അതിന് കൃത്യമായിട്ട് ഓർഡർ എഴുതിയതിന് ശേഷം മിഡിലിൽ വരുന്ന വാല്യൂ ഏതാണോ അത് പിക്ക് ചെയ്താൽ മതി. മിഡിൽ വാല്യൂ ആയിരിക്കും ആവറേജ് വരിക. ഇനി ഇത് കുറേ വലിയ സെറ്റ് ഓഫ് നമ്പേഴ്സാണ്, കുറേ നമ്പേഴ്സിന്. ഇതിപ്പം 4, 5, 10 ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, എഴുതി ചെക്ക് ചെയ്ത് നോക്കാം. വളരെ വലിയ നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ ആവറേജ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ആ സീരീസിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 10 പ്ലസ് 22 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് 32 ഡിവൈഡഡ് ബൈ 2 16 കിട്ടും. ഈ ചോദ്യമാണെങ്കിൽ ഫസ്റ്റ് ടേം 10 ആണ്, ലാസ്റ്റ് ടേം 35 ആണ്. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ 10 പ്ലസ് 35 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ 45/2 വരും, 22.5 വരും. സോ ഇതാണ് ഇതിലുള്ളൊരു ബേസിക് കൺസെപ്റ്റ്. അതിന് നമ്മളുടെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. കോമൺ ഡിഫറൻസ് 1 വരുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അതുപോലെ തന്നെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതും അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഇപ്പം കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 11, 13, 15, 17 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ഓഡ് നമ്പേഴ്സാണ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2 ഇൻക്രീസ് ചെയ്ത് പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അതുപോലെ തന്നെയാണ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നതും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെയായിരിക്കും. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് കണക്ട് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 73. ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് ദം. അപ്പോൾ നമുക്ക് 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സാണ്. ഇതാണ് 7 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ആവറേജ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്. സോ ഇവിടുന്ന് ഒരു 3 മാറ്റി വെച്ചാൽ ഇതായിരിക്കും മിഡ് വാല്യൂ വരിക. അപ്പോൾ ഈ മിഡ് വാല്യൂ ആണ് ആവറേജ് എന്ന് പറയുന്നത്. ആൻഡ് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 73 എന്ന് പറയും. അപ്പോൾ ഇഫ് ദിസ് വാല്യൂ 73, ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പറാണ്. അപ്പോൾ ദിസ് വൺ 75 ആയിരിക്കും, ദിസ് വൺ 77 ആയിരിക്കും, ദിസ് വൺ 79 ആയിരിക്കും. സോ ലാർജസ്റ്റ് എമംഗ് ദം ഏതാണെന്ന് വെച്ചാൽ 79 വരും. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഡിജിറ്റ് തുടങ്ങുന്നത് 100 എന്നാണ്. അപ്പോൾ അതും ഒരു ഈവൻ നമ്പറാണ്. സോ അടുത്തത് 102, 104 അങ്ങനെ വരുവാണെങ്കിൽ 998 ഇതായിരിക്കും 3 ഡിജിറ്റ് വരുന്ന എല്ലാ ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഇത് നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഈവൻ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആവറേജ് വരുന്നുണ്ടാവുക അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആവറേജ് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ നമ്പേഴ്സ് വരുന്നതുകൊണ്ട് മിഡ് വാല്യൂ ഏതാണെന്നുള്ളത് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടുത്തെ ആവറേജ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് നമ്പർ തന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആവറേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 998 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ
1098 ഡിവൈഡഡ് ബൈ 2 വരുന്നുണ്ടാവും 549 ആയിരിക്കും ഗിവൺ നമ്പേഴ്സിൻ്റെ ആവറേജ്. Another question, average of 5 consecutive natural numbers is 24. Find the average of the average after including next 3 numbers. അപ്പോൾ ഇതാണ് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എങ്കിൽ ഇതിൻ്റെ ആവറേജ് വരുന്നുണ്ടാവും ഇവിടെയാണ്. ഇതെത്രയാണ് നമുക്കറിയാം, 24 ആണെന്നറിയാം. അപ്പോൾ അടുത്ത 3 എണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയായിരിക്കും ആൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെയായിരിക്കും. കറൻറ്റ്ലി നമുക്ക് 8 ടേം ഉണ്ടാവും. അപ്പോൾ 8 ടേം ഉണ്ടെങ്കിൽ ഇവിടുന്ന് 8 ആകുമ്പോൾ ഇവിടുന്ന് ഒരു 4 എണ്ണവും ഇവിടുന്ന് ഒരു 4 എണ്ണവും. അപ്പോൾ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും മിഡ് വാല്യൂ വരുന്നുണ്ടാവും. നൗ ഇത് 25 വരുന്നതെങ്കിൽ ഇത് 24 വരുന്നതെങ്കിൽ ഇത് 25 വരും, ഇത് 26 വരും. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 25ൻ്റെയും 26ൻ്റെയും ഇൻ ബിറ്റ്വീൻ വാല്യൂ ആയിരിക്കും 25.5 വരും. ഓക്കെ, സോ ഇത് ഈ ഒരു സെഗ്മെൻറ്റ് എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നാണ് നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു ലോജിക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പം 5 എണ്ണം എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്യുക എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 നമ്പേഴ്സിൻ്റെ ആവറേജ് വെച്ച് നമ്മളെ കൺസെപ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യും. ഈ 3 നമ്പേഴ്സ് വെക്കാൻ നമുക്ക് കൈമിൽ വിരൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. എന്നിട്ട് തന്നിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ചോദ്യത്തിൽ നമ്മളോട് പറയുന്നത് 5 നമ്പേഴ്സിൻ്റെ ആവറേജ് 24 ആണെങ്കിൽ നെക്സ്റ്റ് 3 കൂടെ ആഡ് ചെയ്താൽ എന്താണ്? അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുക, ഒരു 3 നമ്പേഴ്സിൻ്റെ ആവറേജ് ഇതായിരിക്കുമല്ലോ 3 നമ്പേഴ്സിൻ്റെ ആവറേജ്. ഇതിലേക്ക് നെക്സ്റ്റ് 2 കൂടെ ആഡ് ചെയ്താൽ ഇനി ഇതായിരിക്കും ആവറേജ് വരും. നെക്സ്റ്റ് 2 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ ഇതൊരു 11 ആണെങ്കിൽ ഇത് 12, ഇത് 13, ഇത് 14, ഇത് 15 എന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനീഷ്യലി 3 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് വിചാരിച്ചു. 3 എണ്ണത്തിൻ്റെ ആവറേജ് എക്സാമ്പിൾ 100 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 എണ്ണം കൂടി ചേർത്താൽ 5 നമ്പേഴ്സായി. അടുത്ത 2 എണ്ണം കൂടി ചേർക്കുമ്പോൾ 5 നമ്പേഴ്സായി. ഈ 5 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 101 ആയിരിക്കും വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ആദ്യത്തെ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് 99, 100, 101, 102, 103. ഓക്കെ, ഇപ്പോൾ പുതിയ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 101 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സാണ് എന്നുള്ള ഓർമ്മ വേണം. ആൻഡ് 3 എണ്ണത്തിൽ നിന്ന് അടുത്ത 2 എണ്ണം ചേർത്തപ്പം 1 ഇൻക്രീസ് വന്നു. അപ്പോൾ ഇൻക്രീസ് വന്നിരിക്കുന്നത് ആവറേജിൽ 1 പറയുമ്പോൾ നേരെ പകുതിയാണ്. എത്ര എണ്ണാണോ ചേർത്തത് അതിൻ്റെ പകുതിയാണ് ഇൻക്രീസ് വന്നത്. സോ 2 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നെക്സ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് 2ൻ്റെ പകുതി 1 ഇൻക്രീസ് ആവും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 24. അപ്പോൾ അതിലേക്ക് നെക്സ്റ്റ് 3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 3ൻ്റെ പകുതി 1.5 ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മുടെ പുതിയ ആവറേജ് എന്ന് പറയുന്നത് 24 + 1.5 ആയിരിക്കും, 25.5 ആയിരിക്കും. ഇതിൽ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ അടുത്ത് ഒരു 20 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 100 ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ 99. അപ്പം ആവറേജ് ആഫ്റ്റർ ഇൻക്ലൂഡിങ് നെക്സ്റ്റ് 15. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്ത പോലെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുക എങ്ങനെയാണ്, ഒരു 3 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് ഇതായിരിക്കും 3 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ്. അടുത്ത 2 എണ്ണം കൂടി ചേർത്താൽ ഇതായിരിക്കും പുതിയ മിഡ് വാല്യൂ. അപ്പോൾ സംഭവിച്ച് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറുകയാണ് ചെയ്തത്. ഓക്കെ, 2 പുതിയ വാല്യൂസ് 2 പുതിയ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പം ആവറേജ് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് വന്നു. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പം ആവറേജ് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് പോകുന്ന പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് 1 തന്നെയാണ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 എണ്ണത്തിന് 1 ആണെങ്കിൽ 15 എണ്ണത്തിന് എത്രയായിരിക്കും ഇൻക്രീസ് ചെയ്യുക? നേരെ പകുതി 7.5 ആയിരിക്കും. അപ്പോൾ പുതിയ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് 99 ആണെങ്കിൽ അടുത്ത 15 എണ്ണം കൂടി ചേർത്താൽ ആവറേജ് എന്ന് പറയുന്നത് 99 + 7.5 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഇതിൽ ചെറിയൊരു ചേഞ്ചും കൂടെ ഞാൻ വരുത്താണ്. ഇപ്പം
ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളതിന് പകരം നമുക്ക് ഈവൻ നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈവൻ നമ്പേഴ്സാണ്. 20 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 99 ആണെങ്കിൽ അടുത്ത 15 കൂടി ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അടുത്ത 15 ഈവൻ നമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ 3 ആവറേജ് നോക്കുക, അടുത്തൊരു 2 കൂടി ആഡ് ചെയ്യുക. അപ്പം പൊസിഷൻ 1 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ ഞാൻ 2 നമ്പേഴ്സ് നെക്സ്റ്റ് 2 നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്താലും ആവറേജ് മാറുന്നത് ഒരു പൊസിഷനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പൊസിഷൻ എന്നാണ്. ആൻഡ് പൊസിഷൻ ഒന്നാണ് മാറുന്നെങ്കിൽ അവിടെ വരുന്ന വാല്യൂവിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ഇപ്പം ഇതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ ഇവിടുന്ന് അടുത്ത പൊസിഷനിലേക്ക് എത്തുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ ഇതൊരു 10 ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 12 ഒരു പൊസിഷൻ മാറുമ്പോൾ വാല്യൂവിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2. അപ്പോൾ ഞാൻ നെക്സ്റ്റ് 2 നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തപ്പം ആവറേജിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നതും 2 തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത 15 ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നതും 15 തന്നെയായിരിക്കും. സോ 99 എന്നുള്ള ആവറേജ് അടുത്ത 15 ഈവൻ നമ്പേഴ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുമ്പോൾ 99ഉം 15ഉം ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 114 ആയിരിക്കും പുതിയ ആവറേജ്. സോ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും 3 ആവറേജ് ജസ്റ്റ് ചുമ്മാ വിരലിലൊന്ന് വെക്കുക, എന്നിട്ട് 3 ആവറേജ് നോക്കുക, അതിലേക്ക് ഇൻക്ലൂഡും എക്സ്ക്ലൂഡും ചെയ്യുമ്പോൾ എന്താണ് മാറ്റം വരിക എന്നുള്ളത് നോക്കുക, അത് വെച്ച് ഐഡിയ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ആവറേജ് ഓഫ് 100 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 220. ഫൈൻഡ് ആവറേജ് ഓഫ് ഇഫ് നെക്സ്റ്റ് 10 ഓഡ് നമ്പേഴ്സ് ഇൻക്ലൂഡഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് വിചാരിക്കാം, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഇതായിരിക്കും. നെക്സ്റ്റ് 2 എടുക്കാം. നെക്സ്റ്റ് 2 എടുത്താൽ ഇപ്പോൾ 5 ഇപ്പോഴത്തെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു പൊസിഷൻ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറി. അപ്പോൾ ഇത് ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സ് ആകുമ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു ഓഡ് നമ്പർ 9 ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ 11. അപ്പോൾ ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ വാല്യൂവിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനീഷ്യലി നമ്മളുടെ ആവറേജ് 220. അതിലേക്ക് അടുത്ത 10 ചേർക്കുമ്പോൾ ആവറേജിന് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ എക്സാമ്പിൾ നോക്കിയപ്പം 2 ചേർക്കുമ്പോൾ ഒരു പൊസിഷനാണ്, അപ്പോൾ 2 വാല്യൂ ആണ് കൂടിയത്. ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ആണ്. അപ്പോൾ അടുത്ത 10 ചേർക്കുമ്പോൾ ആവറേജ് 10 വാല്യൂ കൂടും. പുതിയ ആവറേജ് എന്ന് പറയുന്നത് 230 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് 20 ഓഡ് നമ്പേഴ്സ് ഇൻക്ലൂഡഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മളുടെ അടുത്ത് 100 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ആ 100 തൊട്ട് പിറകിലുള്ള 10 ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കാം. തൊട്ട് പിറകിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള 10 20 ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് മാറ്റം വരിക? സോ നമ്മൾ വീണ്ടും ചിന്തിക്കുന്ന ഇതേപോലെ തന്നെയാണ്. എൻ്റെ അടുത്തൊരു 3 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ആവറേജ് ഇനീഷ്യലി ഇതാണ്. തൊട്ട് പിറകിലുള്ള 2 ചേർത്ത് കഴിഞ്ഞാൽ ഇനി ആവറേജ് എന്ന് പറയുമ്പോൾ മിഡ് വാല്യൂ വരിക ഇതായിരിക്കും. അപ്പോൾ ആവറേജ് എന്താ സംഭവിച്ചത്? ഒരു പൊസിഷൻ പിറകിലോട്ട് മാറി. ഒരു പൊസിഷൻ പിറകിലോട്ട് മാറുമ്പോൾ വാല്യൂവിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് 2 കുറയായിരിക്കും ചെയ്യുക. സോ പ്രീവിയസ്ലി 2 ആഡ് ചെയ്യുമ്പോൾ പ്രീവിയസ്ലി ഉള്ള 2 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് 2 കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ആവറേജ് 220 ആണെങ്കിൽ പ്രീവിയസ്ലി 20 ആഡ് ചെയ്താൽ ആവറേജ് 20 കുറയും. സോ ആവറേജ് എന്ന് പറയുമ്പോൾ 200 ആയിരിക്കും പുതിയ ആവറേജ്. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് എക്സ്ക്ലൂഡഡ് ആണ്. ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് എക്സ്ക്ലൂഡഡ് ആണെന്ന് പറയുമ്പോഴും നമ്മൾ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ചിന്തിക്കുക കേട്ടോ. അപ്പം എൻ്റെ അടുത്തൊരു 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഈ 3 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യാനാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് 5 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 5 ആവറേജ് ഇതായിരിക്കും ഇനീഷ്യലി ആവറേജ്. ഇതിന്ന് ഈ 2 നമുക്ക് ഫസ്റ്റ് 2 എക്സ്ക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് 2 എക്സ്ക്ലൂഡ് ചെയ്താൽ ഇപ്പം ബാക്കി 3 ഉണ്ടാവും. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും പുതിയ ആവറേജ് വരിക. അപ്പോൾ എന്താ സംഭവിച്ചത്? ആവറേജ് പണ്ടത്തെ പൊസിഷനിൽ നിന്ന് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറി. അപ്പോൾ ഫസ്റ്റിന്ന് 2 എക്സ്ക്ലൂഡ് ചെയ്തപ്പം ആവറേജ് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറി. അപ്പോൾ ഇത് ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറിയാൽ വാല്യൂവിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 എക്സ്ക്ലൂഡ് ചെയ്താൽ
രണ്ടെണ്ണം ആവറേജ് കൂടും. ഐ മീൻ ആവറേജ് വാല്യൂ 2 കൂടും. 15 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് 15 കൂടും. സോ ഇനീഷ്യലി ആവറേജ് 220 ആണെങ്കിൽ പുതിയ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 235 ആയിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലാസ്റ്റ് 8 ഓഡ് നമ്പേഴ്സ് എക്സ്ക്ലൂഡഡ്. വീണ്ടും എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 5 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് ഇതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അവസാനത്തിൽ ലാസ്റ്റ് 2 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ അടുത്ത് 3 എണ്ണം ഉണ്ടാവും. ഇതിൻ്റെ ആവറേജ്, കറൻലി ആവറേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും പുതിയ ആവറേജ് വരിക. മിഡ് വാല്യൂ ഈ 3 എണ്ണത്തിൽ വരുമ്പോൾ മിഡ് വാല്യൂ വരുന്നുണ്ടാവുക ഇതായിരിക്കും. അപ്പോൾ ആവറേജിന് എന്താ സംഭവിച്ചത്? ആവറേജ് ഒരു പൊസിഷൻ പിറകിലോട്ട് മാറി. ആവറേജ് ഒരു പൊസിഷൻ പിറകിലോട്ട് മാറുമ്പോൾ വാല്യൂവിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 2 കുറയായിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ 2 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്തപ്പം ആവറേജിൻ്റെ വാല്യൂ 2 കുറയും. അപ്പോൾ ലാസ്റ്റത്തെ 8 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജിൻ്റെ വാല്യൂ 8 കുറയും. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് 212 ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ചെയ്ത കൺസെപ്റ്റുകൾ നമ്മൾ കമ്പൈൻ ചെയ്യണം. ആവറേജ് ഓഫ് 75 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 500. അപ്പോൾ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് ഇനീഷ്യലി 500. ഓക്കെ, ഫൈൻഡ് ദ ആവറേജ് ഇഫ് ലാസ്റ്റ് 10 ആൻഡ് ഫസ്റ്റ് 10 എക്സ്ക്ലൂഡഡ്. സോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ അരിത്തമെറ്റിക് പ്രൊഫഷണൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അവസാനത്തുനിന്നൊരു 10 എണ്ണവും ആദ്യത്തിൽ നിന്നൊരു 10 എണ്ണവും റിമൂവ് ചെയ്തു. ഇപ്പോൾ നേരത്തെ ആവറേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ അവസാനത്തിൽ നിന്നും ആദ്യത്തിൽ നിന്നും നമ്മൾ ഈക്വൽ വാല്യൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഡ് പോയിൻറ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? 500 തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ലാസ്റ്റ് 10 എക്സ്ക്ലൂഡഡ് ആൻഡ് പ്രീവിയസ് 10 ഇൻക്ലൂഡഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ചിന്തിക്കാം. സോ എൻ്റെ അടുത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ മിഡ് വാല്യൂ ആയിരിക്കും. ഈ കേസിലാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ ലാസ്റ്റ് 10 എക്സ്ക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 10 എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ചുമ്മാ 5 വിരൽ വിചാരിക്കുക. അതിൽ ഇതാണ് ആവറേജ്. അതിൻ്റെ അവസാനത്തെ 2 എണ്ണം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് പിന്നെ ഇതായിരിക്കും. അപ്പോൾ ഒരു പൊസിഷനാണ് പിറകിലോട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ അവസാന വാല്യൂ, ഇത് ഈവൻ നമ്പേഴ്സാണ്. ഒരു പൊസിഷൻ പിറകിലോട്ട് മാറിയാൽ വാല്യൂവിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 2 കുറയായിരിക്കും. അപ്പോൾ അവസാനത്തെ 2 എണ്ണം റിമൂവ് ചെയ്താൽ ആവറേജ് 2 എണ്ണം കുറയും. അപ്പോൾ അവസാനത്തെ 10 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് 10 കുറയും. ഓക്കെ, ആൻഡ് പ്രീവിയസ് 10 ഇൻക്ലൂഡഡ്. നമ്മളൊന്നുകൂടി ചിന്തിക്കുക. ഇതാണ് ആവറേജ് എങ്കിൽ, ഓക്കെ, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 3 എണ്ണം വിചാരിക്കുക. ഇതാണ് ആവറേജ് ആൻഡ് പ്രീവിയസ് 10 ഓർ പ്രീവിയസ് 2 നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് പിറകിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ വീണ്ടും സംഭവിച്ചെന്താ? ആവറേജിൻ്റെ വാല്യൂ 2 കുറയും. ആവറേജിൻ്റെ പൊസിഷൻ 1 കുറയും, വാല്യൂ 2 കുറയും. അപ്പോൾ പ്രീവിയസ് 2 ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജ് 2 കുറയും. അപ്പോൾ പ്രീവിയസ് 10 ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജ് വീണ്ടും 10 കുറയും. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് 500 മൈനസ് 10, 500 മൈനസ് 10 മൈനസ് 10 ആയിരിക്കും. പുതിയ ആവറേജ് എന്ന് പറയുന്നത് 480 ആയിരിക്കും. നെക്സ്റ്റ് ഈസ് പ്രീവിയസ് 10 ആൻഡ് നെക്സ്റ്റ് 10 ഇൻക്ലൂഡഡ്. ഇങ്ങനെയാണ് ഇതൊരു നമ്മുടെ നമ്പേഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡ് വാല്യൂ ഇതായിരിക്കും. പ്രീവിയസ് 10, അപ്പോൾ ഇവിടെ നിന്നൊരു 10 എണ്ണം കൂടി ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് 10, ഇവിടെ ഒരു 10 എണ്ണം ഇൻക്ലൂഡ് ചെയ്തു. സ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ വാല്യൂസാണ്, പിറകിലേക്കും മുന്നിലേക്കും ഈക്വൽ വാല്യൂസാണ് വന്നെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നൊരു പൊസിഷൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആവറേജ് എന്തിനായിരിക്കും? ഇത് ഇനീഷ്യലി പറഞ്ഞ 500 തന്നെയായിരിക്കും ആവറേജ് വരും. അനദർ ക്വസ്റ്റ്യൻ, ഇഫ് നെക്സ്റ്റ് 10 ഇൻക്ലൂഡഡ് ആൻഡ് ഫസ്റ്റ് 10 എക്സ്ക്ലൂഡഡ്. അപ്പോൾ എങ്ങനെ വിചാരിക്കാം? ഇനീഷ്യലി 3 നമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് ഇതാണ്. നെക്സ്റ്റ് 2 ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് 2 ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക. നെക്സ്റ്റ് 2 ഇൻക്ലൂഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറും. ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറിയാൽ വാല്യൂ 2 കൂടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 10, 2 എണ്ണത്തിന് വാല്യൂ 2 ആണ് കൂടിയെങ്കിൽ നെക്സ്റ്റ് 10ന് വാല്യൂ
10 കൂടും. ആൻഡ് ഫസ്റ്റ് 10 എക്സ്ക്ലൂഡ്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യത്തെ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളായിട്ട് വിചാരിക്കാം, നമ്മളെടുത്ത് 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആവറേജ് എങ്കിൽ ആദ്യത്തെ 2 എണ്ണം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ആദ്യത്തെ 2 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറും. ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് വാല്യൂവിൽ 2 ഇൻക്രീസ് വരും. അപ്പോൾ വാല്യൂ 2 ഇൻക്രീസ് വരിക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 10 ആണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് 10 കൂടും. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് 500 + 10 ആയിരിക്കും, 520 വരും. സോ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഏത് കോമ്പിനേഷൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. 1-2 എക്സാമ്പിൾ പറയാം. ഇപ്പം ആവറേജ് ഒരു 500 നാച്ചുറൽ നമ്പേഴ്സ്, 500 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഈ 500 എണ്ണത്തിൻ്റെ 500 കോൺസിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് 100 ഇൻക്ലൂഡ് ചെയ്തു, നെക്സ്റ്റ് 100 ഇൻക്ലൂഡ് ചെയ്തു, ആൻഡ് ഫസ്റ്റ് 50 എക്സ്ക്ലൂഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയാണ്? അപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ കയ്യിലൊരു 3 നമ്പേഴ്സ് ഉണ്ട്, ഇതിൻ്റെ ആവറേജ് ഇതായിരിക്കും. നെക്സ്റ്റ് 2 എണ്ണം ഇൻക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കുക, അപ്പോൾ ആവറേജ് ഇതായിരിക്കും. ഒരു പൊസിഷനാണ് മുന്നോട്ടേക്ക് മാറുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് പോയാൽ വാല്യൂവിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നതും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 100 ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ ആവറേജ് എക്സ് എന്നുള്ളത് നെക്സ്റ്റ് 100 2 ഇൻക്ലൂഡ് ചെയ്തപ്പം വാല്യൂവിൽ ചേഞ്ച് വന്ന് 1 ആണ്. അപ്പോൾ 100 എണ്ണം ഇൻക്ലൂഡ് ചെയ്താൽ വാല്യൂവിൽ ചേഞ്ച് വരിക 50 ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു 5 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് ആവറേജ്. ഫസ്റ്റ് 50 എക്സ്ക്ലൂഡഡ് എന്നാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 2 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആവറേജ് ഇതായിരിക്കും. അപ്പോൾ അവിടെയും സംഭവിച്ചത് തന്നെയാണ്, ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു പൊസിഷൻ മുന്നോട്ടേക്ക് മാറിയാൽ ആവറേജ് 1 കൂടും. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് 2 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്തപ്പം ആവറേജ് 1 കൂടി. അപ്പോൾ ഫസ്റ്റ് 50 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് 50/2 കൂടും. സോ പുതിയ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് + 50 + 25 ആയിരിക്കും, എക്സ് + 75 ആയിരിക്കും. ഓക്കെ, ആൻഡ് വേറെ ലിസ്റ്റിങ്ങനെ വിചാരിക്കാം. ഒരു 8, 12, 16 ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനുള്ള ഇൻ ബിറ്റ്വീൻ എവിടുന്നെങ്കിലുള്ള ഒരു 400 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ആവറേജ്, 400 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എക്സ് ആണ്. ആ 400 എണ്ണത്തിൻ്റെ ലാസ്റ്റ് 10 നമ്പേഴ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. ആൻഡ് ഫസ്റ്റ് പ്രീവിയസ് ആയിട്ട് എടുക്കാം. പ്രീവിയസിലുള്ള ഒരു 20 നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയായിരിക്കും? സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുക. ലാസ്റ്റ് 10 എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് 5 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആവറേജ് ഇതാണ്. അപ്പോൾ ലാസ്റ്റ് 10 എക്സ്ക്ലൂഡ് ചെയ്താൽ ഈ ലാസ്റ്റ് 2 എക്സ്ക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കുക. ലാസ്റ്റ് 2 എക്സ്ക്ലൂഡ് ചെയ്താൽ ഇതായിരിക്കും പുതിയ ആവറേജ്. അപ്പോൾ വന്നിരിക്കുന്നുണ്ടാവുക ഒരു പൊസിഷൻ പിറകിലോട്ട് മാറും. ഇവിടെ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ലാസ്റ്റ് 2 എക്സ്ക്ലൂഡ് ചെയ്തപ്പം പൊസിഷനിൽ വന്ന വ്യത്യാസം 1 കുറയുകയാണ് ചെയ്ത്. ഈ 8, 12, 16 എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ പൊസിഷൻ മുന്നോട്ടേക്ക് പോകുമ്പോഴും വാല്യൂവിൽ വരുന്ന ചേഞ്ച് എത്രയാണ്? 4 കൂടുകയാണ് ചെയ്യുക. മുന്നോട്ടേക്ക് പോകുമ്പോൾ 4 കൂടുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ 1 കുറയുമ്പം വാല്യൂവിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 കുറയലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനത്തെ 2 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് 4 കുറയും. 2 എണ്ണത്തിന് 4 കുറയുന്നതെങ്കിൽ 10 എണ്ണത്തിന് 2 എണ്ണത്തിന് 4 ആകുമ്പോൾ 10 എണ്ണത്തിന് 20 കുറയും. ഓക്കെ, അതേപോലെ പ്രീവിയസ് 20 ഇൻക്ലൂഡഡ്. ഞാൻ വിചാരിക്കണം എൻ്റെ അടുത്ത് 3 നമ്പേഴ്സ് ഉണ്ട്, ഇതാണ് ആവറേജ്. പ്രീവിയസ് ആയിട്ടുള്ള 2 എണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്തു. പ്രീവിയസ് ആയിട്ടുള്ള 2 എണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഇതായിരിക്കും ആവറേജ് വരിക. ഓക്കെ, അപ്പോൾ അവിടെയും ആവറേജ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ പിറകിലോട്ട് പോയി. ആവറേജ് ഒരു പൊസിഷൻ പിറകിലോട്ട് പോയാൽ വാല്യൂ 4 കുറയും. അപ്പോൾ വാല്യൂ 4 കുറയാന്നുള്ളതാണെങ്കിൽ ഒരു 2 എണ്ണം ഇൻക്ലൂഡ് ചെയ്താൽ 4 കുറയുന്നതാണെങ്കിൽ 20 എണ്ണം ഇൻക്ലൂഡ് ചെയ്താൽ
40 കുറയും. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുമ്പോൾ എക്സിന്ന് 20 കുറയും 40 കുറയും. സോ പുതിയ ആവറേജ് എക്സ് മൈനസ് 60 ആയിരിക്കും. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് 3, 5 എന്നൊക്കെ ഉള്ളത് നമ്മുടെ വിരലിൽ ഫിംഗേഴ്സിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന എക്സാമിൽ നമ്മൾ ഇങ്ങനെ വട്ടം വരച്ചിരിക്കണം എന്നല്ല, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ അത് ഉപയോഗിക്കുക. എന്നിട്ട് അവിടുന്ന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.